ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ സ്കോപ്പും. എക്സാമിന് ചോദിക്കുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സ്കോപ്പ് എന്ന് പറയുന്ന ഏകദേശം 9 പോയിൻറ്റ്സ് ഉള്ള അല്ലെങ്കിൽ 9 സ്കോപ്പുകളാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ്, അതിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷനും സ്കോപ്പും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ പ്രോസസ് so that the resulting goods and services are produced according to specifications in the amount and by the schedule demanded and at a minimum cost. അതായത് പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ്. മനസ്സിലായില്ലേ? പ്രൊഡക്ഷനിൽ പിന്നെ റോ മെറ്റീരിയൽ, മെഷീനറി, ക്യാപിറ്റൽ, ബിൽഡിങ്, ലൊക്കേഷന്, സൈറ്റ്, വെയർ ഹൗസിങ്, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തെ സംഗതികൾ മാത്രമാണ് പ്രൊഡക്ഷനിൽ വരുന്നത്. പക്ഷേ ഓപ്പറേഷൻസിൽ അത് മാത്രമല്ല, അതിൻ്റെ മാൻ പവർ, അതിൻ്റെ ഫിനാൻസ്, അങ്ങനെ തുടങ്ങി പ്രൊഡക്ഷൻ്റെ എല്ലാ ഏരിയകളും അതിന് പുറമേയുള്ള സംഗതികളൊക്കെ നടക്കുന്നതാണ് ഓപ്പറേഷൻസ്. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിസിഷൻ മേക്കിംഗ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ പ്രോസസ്സ്. ആ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ആണ് മെയിനായിട്ട് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ പറയുന്നത്. അതിന് റിസൾട്ടിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് അക്കോർഡിംഗ് ടു സ്പെസിഫിക്കേഷൻസ്. അതായത് അതിൻ്റെ പോളിസീസ്, പ്രൊഡക്ഷൻ പോളിസീസ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, എത്ര ക്വാണ്ടിറ്റി, ഏത് ക്വാളിറ്റിയിലാണ്, എത്ര കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അതിൻ്റെ സൈസ് എത്രയാണ്, കളർ എന്താണ്, ഷേപ്പ് എങ്ങനെയാവണം, ഒക്കെ എന്താണ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറയും. അതിനനുസരിച്ച് സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് ആണ് ശരിക്കും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇൻ ദ എമൗണ്ട് ആൻഡ് ബൈ ദ ഷെഡ്യൂൾ ഡിമാൻഡഡ് ആൻഡ് അറ്റ് എ മിനിമം കോസ്റ്റ്. അതായത് മിനിമം കോസ്റ്റിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം കൃത്യമായിട്ട്, അതായത് ഡിലേ വരാതെ, റോ മെറ്റീരിയൽ വേസ്റ്റ് ആവാതെ കൃത്യമായിട്ട് മിനിമം കോസ്റ്റിൽ പറഞ്ഞ സ്പെസിഫിക്കേഷനിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെയാണ് ശരിക്കും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? Operations management is a business activity that deals with the production of goods and services. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റിയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ കൺവേർഷൻ ഓഫ് ഇൻപുട്ട് ഇൻ ടു ഔട്ട്പുട്ട് യൂസിങ് ഫിസിക്കൽ റിസോഴ്സസ് സോ ആസ് ടു പ്രൊവൈഡ് ദ ഡിസൈർഡ് യൂട്ടിലിറ്റീസ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് അത് ആ ഒരു നിശ്ചയിച്ച അല്ലെങ്കിൽ ഡിസൈഡ് ലെവൽ ഓഫ് യൂട്ടിലിറ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നൽകുന്നതിന് വേണ്ടി നമ്മളെ കയ്യിലുള്ള ഫിസിക്കൽ റിസോഴ്സസ് യൂസ് ചെയ്ത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ കൺവേർഷൻ പ്രോസസ്സാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കുന്നതാണ് പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതും അതിൻ്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു ആക്ടിവിറ്റീസ് ചേർന്നതാണ് ശരിക്കും ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സ്കോപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 9 സ്കോപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ടെക്സ്റ്റിലും ഓരോ രീതിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക. എന്നാലും അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9 സ്കോപ്പുകളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ആണ് ശരിക്കും ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓരോ സ്റ്റേജിലും പ്ലാനിങ്, കൺട്രോളിങ്, പിന്നെ അതുപോലെ തന്നെ കോർഡിനേഷൻ വേണം, പിന്നെ സൂപ്പർവിഷൻ വേണം, കൃത്യമായി മാൻ പവർ, റോ മെറ്റീരിയൽ, ആ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി, ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി, മെഷീനറിയുടെ കപ്പാസിറ്റി, പ്ലാന്റിൻ്റെ ലൊക്കേഷൻ, പ്ലാന്റ് ലേ ഔട്ട്, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്കോപ്പ് എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ഫെസിലിറ്റീസ് ആണ്. ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്ഷൻ നടക്കുന്ന ഏരിയ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷന് ആവശ്യമായ സാധനങ്ങളാണ് ഫെസിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൊക്കേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്.
ആൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക് ലെവൽ ഡിസിഷൻ മേക്കിംഗ് ഫോർ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ലെവൽ ഡിസിഷൻ മേക്കിംഗ് ആണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. കാരണം ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റെൻറ്റ് കുറഞ്ഞ് കിട്ടണം, റോഡ് ഫെസിലിറ്റി വേണം, റോഡ് ഉണ്ടെങ്കിൽ തന്നെ വലിയ വലിയ വെഹിക്കിൾസിന് വന്നു പോകാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ആവണം, ലാൻഡിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം, ചുറ്റുപാടും പിന്നെ ഈ താമസക്കാർ അല്ലെങ്കിൽ റെസിഡൻസ് കുറവായിരിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ പ്ലാന്റൊക്കെ ആകുമ്പോൾ പുക വരും, കൂടുതൽ വാട്ടർ അവൈലബിലിറ്റി വേണം, പവർ കൺസംഷൻസ് ഉണ്ടാവും, അപ്പോൾ പവർ അവൈലബിലിറ്റി വേണം. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റ് അടുത്തായിരിക്കണം, ഒരുപാട് ദൂരെയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഈ ഒരു ലൊക്കേഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. ദ സെലക്ഷൻ ഓഫ് ലൊക്കേഷൻ ഈസ് എ കീ ഡിസിഷൻ ബിക്കോസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഇൻ ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്മുടെ ബിൽഡിംഗ് ആൻഡ് പ്ലാന്റ് മെഷീനറി അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ മെഷീനറികൾക്കും ബിൽഡിങ്ങിനുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഈ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ തെറ്റിക്കഴിഞ്ഞാൽ വലിയ ലോസ് വരും. കാരണം ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തത് പിന്നെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ദ ലൊക്കേഷൻ ഓഫ് എ പ്ലാൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ കമ്പനീസ് ഫ്യൂച്ചർ പ്ലാൻ അബൌട്ട് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, നേച്ചർ ഓഫ് സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് മെനി അതർ ഫാക്ടേഴ്സ്. ഈ മെനി അതർ ഫാക്ടേഴ്സിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, വാട്ടർ അവൈലബിലിറ്റി, ഫ്യൂവലിൻ്റെ അവൈലബിലിറ്റി, ഇലക്ട്രിസിറ്റി, പവർ, മറ്റു ഗവൺമെൻറ് റെഗുലേഷൻസ്, അവൈലബിലിറ്റി ഓഫ് ലാൻഡ്. ഈ അവൈലബിലിറ്റി ഓഫ് ലാൻഡിനെ പറയുമ്പോഴാണ് നമ്മൾ ഈ എക്സ്പാൻഷൻ, ഭാവിയിൽ നമ്മൾ ബിൽഡിങ് എക്സ്പാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ആവുന്ന സമയത്ത് എക്സ്പാൻഷൻ്റെ സമയത്ത് നമുക്ക് ബിൽഡിങ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ലാൻഡ് വേണം. അപ്പോൾ അവിടെ ലാൻഡ് അല്ലെങ്കിൽ പിന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ബിൽഡിംഗ് എക്സ്പാൻഷൻ്റെ സമയത്ത് ആവശ്യത്തിന് ലാൻഡ് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, നമ്മൾ സെപ്പറേറ്റ് വേറൊരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേറെ ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ലാൻഡ് വേണം. നേച്ചർ ഓഫ് സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽ ആരാ സപ്ലൈ ചെയ്യുന്നത്, അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അത് കൊണ്ടുവരാനുള്ള ഫെസിലിറ്റീസ്, അത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മളതിനകത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ലൊക്കേഷൻ ഫെസിലിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ. that will results in the greatest advantage to the organization. അത് നമുക്ക് ലാൻഡ്, ആ ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ, ഫീസിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ, കുറഞ്ഞ വിലക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസൊക്കെ ഉള്ള ലാൻഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻറ്റേജാണ്, നമ്മളെ ഓർഗനൈസേഷന് ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് പ്ലാന്റ് ലേ ഔട്ടാണ്. ലേ ഔട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മളിപ്പോൾ വീടെടുക്കാൻ നമ്മളൊരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാണ്, സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു, നമ്മൾ വാട്ടർ അവൈലബിലിറ്റി ഉണ്ട്, റോഡ് ആക്സസ് ഉണ്ട്, അടുത്ത് മാർക്കറ്റ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, സ്ഥലത്തിനനുസരിച്ച് വീടിൻ്റെ പ്ലാൻ വരയ്ക്കും അല്ലേ. ആ പ്ലാന് ഇൻഡസ്ട്രിയൽ ടേമാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഞാൻ ഇൻഡസ്ട്രീൻ്റെ പ്ലാൻ ഒന്ന് നോക്കട്ടെ എന്ന് ചോദിച്ചാൽ അതൊരു സ്റ്റാൻഡേർഡ് വേർഡല്ല. സ്റ്റാൻഡേർഡ് വേർഡ് എന്ന് പറയുന്നത് ലേ ഔട്ടാണ്. പ്ലാൻ പകരം പറയുന്ന വേർഡാണ് ലേ ഔട്ട്. അതായത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയും, മനസ്സിലായില്ലേ, നമ്മളെ ഇൻഡസ്ട്രിയുടെ ബ്ലൂ പ്രിൻ്റ്. അപ്പോൾ അത് ലേ ഔട്ടിൽ ശരിക്കും ഇപ്പോൾ നമ്മൾ വീടിൻ്റെ പ്ലാൻ എടുത്ത് നോക്കിയാൽ ബെഡ്റൂം എത്ര വലുപ്പമുണ്ട്, കിച്ചൺ എത്ര വലുപ്പമുണ്ട്, ഹാൾ എത്ര ഉണ്ട്, കാർ ഷെഡ് എത്ര ഉണ്ട്, ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മെഷർമെൻറ്റ് കിട്ടും അല്ലേ. പക്ഷെ അതിനകത്ത് അതേ പ്ലാനിനകത്ത് ബെഡ്റൂമിൽ കട്ടിൽ എവിടെ ഇടണം, ടേബിൾ എവിടെ ഇടണം, പിന്നെ ഹാളിൽ സോഫ എവിടെ ഇടണം, കിച്ചണിൽ കുക്കിംഗ് ഏരിയ ഏതാണ്, സ്റ്റോറേജ് ഏരിയ ഏതാണ്, ആ സ്റ്റോറേജ് ഏരിയയിൽ ഓരോ സാധനങ്ങൾ എവിടെ വെക്കണം, പിന്നെ അതുപോലെ തന്നെ പിന്നെ കാർ ഷെഡിൽ കാർ എങ്ങനെ പാർക്ക് ചെയ്യണം, ഒക്കെ ഇമേജ് അടക്കം ഓരോ കട്ടിലും സോഫയും ചെയറും ഡൈനിങ് ടേബിളും വാഷ് ബേസിനും എല്ലാം അടക്കം ഒരു ഇമേജ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ പോകുമ്പോൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനകത്ത് ഒരു സ്പേസ്, ചെറിയൊരു സ്പേസ് പോലും വേസ്റ്റ് ആവാൻ അവർ സമ്മതിക്കില്ല. ഏറ്റവും നല്ലൊരു ഓപ്പറേഷൻസ് മാനേജർ ആണെങ്കിൽ അയാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലാൻഡിനകത്ത് ഒരു സ്പേസും വേസ്റ്റ് ആവാതെ എല്ലാം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ ഈ ലേ ഔട്ട് കണ്ടാൽ മനസ്സിലാവും ഏതൊക്കെ ഏരിയയിൽ വേക്കൻ്റായി കിടക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഏതെങ്കിലും സെപ്പറേറ്റ് മെഷീനറികളോ അല്ലെങ്കിൽ
സ്റ്റോറേജ് ഫെസിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ആയി ചെയ്തിട്ട് ആ ഏരിയ എന്ത് ചെയ്യും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അതാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലേ ഔട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫെസിലിറ്റീസിൻ്റെ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ്. ഓരോ മിഷനറി എവിടെയാണ്, അതിന് എത്ര സ്പേസ് വേണം, അതിൻ്റെ ആക്സസറീസ് എവിടെയൊക്കെയാണ്, സർവീസ് എക്യുപ്മെൻറ്റ്സ് എവിടെ വെക്കണം, റോ മെറ്റീരിയൽ എവിടെ സ്റ്റോർ ചെയ്യണം, മാൻ പവർ ആൾക്കാർ എവിടെ നിൽക്കണം, എവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം, ഈ മിഷനറി ഇതിലേക്ക് വരാനും പോകാനുമുള്ള പാസേജ്. ഇപ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയിലൊക്കെ പോകുമ്പോൾ കാണാം, നടക്കാൻ പ്രത്യേക ഏരിയ ഉണ്ടാവും, യെല്ലോ ലൈനൊക്കെ വരച്ച് അതിൻ്റെ നടുക്ക് മാത്രം നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. കാരണം മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒന്നെങ്കിൽ സ്റ്റോറേജ് ആയിരിക്കും, അല്ലെങ്കിൽ മെഷീനറികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ സൈഡിലൂടെ ആയിരിക്കും റോ മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് വണ്ടികളിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ കൃത്യമായിട്ട് അതിനകത്ത് എന്താണ്, ഇതിലൂടെ പാസേജ്, നടന്നു പോകാനുള്ള പാസേജ് ഏതാണ്, വണ്ടിക്കുള്ള സ്പേസ് ഏതാണ്, എവിടെയാണ് സ്റ്റോറേജ്, എവിടെ മിഷനറി വെക്കണം, എവിടെയാണ് മാൻ പവർ റെസ്റ്റ് എടുക്കാനുള്ള എന്താ പറയുക, ഇപ്പം ഈ ചെറിയ റൂമുകൾ, ക്യാൻറ്റീൻ എവിടെയാണ്, ഒക്കെ കൃത്യമായി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ കോൺഫിഗറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, വർക്ക് സെൻറ്റേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻ ദ ഇൻപുട്ട് കൺവേർഷൻ പ്രോസസ്സ്. ആ ഇൻപുട്ട് കൺവേർഷൻ പ്രോസസ്സിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്പേസ്, സ്ഥാനം എവിടെയാണ്, വർക്ക് സെൻറ്റർ എവിടെയാണ്, എക്യുപ്മെൻറ്റ് എവിടെയാണെന്നുള്ളതൊക്കെ കൃത്യമായി കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടാകും. പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുന്നത് എ പ്ലാൻ ഓഫ് എൻ ഒപ്റ്റിമം അറേഞ്ച്മെൻറ്റ് ഓഫ് ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് പേഴ്സണൽ, ഓപ്പറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, സ്റ്റോറേജ് സ്പേസ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഓൾ അതർ സപ്പോർട്ടിംഗ് സർവീസസ് അലോങ് വിത്ത് ദ ഡിസൈൻ ഓഫ് ബെസ്റ്റ് സ്ട്രക്ചർ ടു കണ്ടെയ്ൻ ഓൾ ദീസ് ഫെസിലിറ്റീസ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള പേഴ്സണൽ എന്ന് പറയുന്നത് മാൻ പവറാണ്. ഓപ്പറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മിഷനറികളാണ്. നമ്മൾ ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന മിഷനറികളെയാണ് ഓപ്പറേറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽ ആണെങ്കിലും സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും നമ്മൾ സ്റ്റോർ ചെയ്യാൻ, വെയിലും മഴയൊന്നും കൊള്ളാതെ കേടുപാട് കൂടാതെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ വലിയ നല്ല വെയിറ്റുള്ള സാധനങ്ങളൊക്കെ മിഷനറിയിലേക്ക് വെക്കാനും മിഷനറിയിൽ നിന്ന് എടുത്ത് വയ്ക്കാനും വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്. ക്രെയിൻ ആവാം, ചെറിയ ഫോർക്ക് ലിഫ്റ്റ് വെഹിക്കിൾസ് ആവാം, ഇതൊക്കെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു സപ്പോർട്ടിംഗ് സർവീസസിലാണ് നമ്മൾ ആദ്യം പറഞ്ഞ സർവീസ് എക്യുപ്മെൻറ്റ്സ്, മെയിൻ്റനൻസ് എക്യുപ്മെൻറ്റ്സ്, സ്പെയർ പാർട്സ്, ഇതൊക്കെ. അത് എങ്ങനെ കൃത്യമായി, അല്ലെങ്കിൽ ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ സ്പേസ് വേസ്റ്റ് ആക്കാതെ, കോസ്റ്റ് അധികം ചിലവാക്കാതെ ഒപ്റ്റിമമായിട്ട് ഈ സംഗതികളൊക്കെ ഈ ഫെസിലിറ്റീസിനകത്ത് എങ്ങനെ ബെസ്റ്റ് സ്ട്രക്ചറിൽ ഉൾക്കൊള്ളിക്കാം എന്നുള്ള ഡിസൈനാണ് ശരിക്കും പ്ലാൻഡ് ലേ ഔട്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. കാരണം നമ്മൾ സാധനം ഇറക്കുമ്പോഴും കയറ്റുമ്പോഴൊക്കെ സാധനത്തിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അല്ലേ. അതും ഹെവി മെറ്റീരിയലുകളാണെങ്കിലും, ഇപ്പം വലിയ സ്റ്റീൽ ബാറുകൾ അല്ലെങ്കിൽ ഗ്ലാസ്, അതും അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള അയൺ ബാറുകൾ, ഇതൊക്കെ ചിലപ്പം നിലത്ത് വീണ് അല്ലെങ്കിൽ നമ്മൾ അൺലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആക്സിഡൻറ്റ്സ് ഉണ്ടായി മാൻ പവറിന് എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ വെഹിക്കിളിന് അപകടം പറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ ഫ്ലോറിന് അപകടം പറ്റാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കേടുപാട് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ, കാരണം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരുപാട് കോസ്റ്റ് ചിലവാണ്. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്, മെറ്റീരിയൽ ഹാൻഡ്ലിങ് പ്രോപ്പറായിട്ട് നടക്കും. അതിന് ക്രെയിന് അല്ലെങ്കിൽ വലിയ ഫോർക്ക് ലിഫ്റ്റ് വെഹിക്കിൾസ് ഒക്കെ ഉപയോഗിച്ച് സാധനം സേഫായിട്ട് വണ്ടിയിൽ നിന്ന് ഇറക്കി വയ്ക്കുക, താഴെ നിന്ന് വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കുക, മെഷീനറിയിലേക്ക് എടുത്ത് വയ്ക്കുക, സ്റ്റോറേജ് സ്പേസിലേക്ക് കൊണ്ടുപോവുക. ഇതൊക്കെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് മൂവിങ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം ദ സ്റ്റോർ റൂം ടു ദ മെഷീൻ ആൻഡ് ഫ്രം വൺ മെഷീൻ ടു നെക്സ്റ്റ് മെഷീൻ ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു റോ മെറ്റീരിയലോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് സ്റ്റോർ റൂമിൽ നിന്ന്, ഇപ്പോൾ ഇൻവെൻട്രിയിൽ നിന്നും മെഷീനറിയിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ മെഷീനറിയിൽ നിന്ന് ഒരു മെഷീനറിയുടെ പ്രോസസ്സ് കഴിഞ്ഞ് അടുത്ത മെഷീനറിയുടെ പ്രോസസ്സിലേക്ക് കൊണ്ടുപോവുക. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. സേഫായിട്ട് ഒരു കേടുപാടും കൂടാതെ, ആക്സിഡൻസ് ഒന്നും കൂടാതെ, നഷ്ടം കൂടാതെ സേഫായിട്ട് കൊണ്ടുപോകുന്നതിനാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് ക്യാൻ ബി റിഡ്യൂസ്ഡ് ബൈ ജുഡീഷ്യസ് സെലക്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർ സ്റ്റോറേജ്. അപ്പോൾ കമ്പനിക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് സേവ് ചെയ്യാം. പ്രോപ്പർ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക, അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുക, അത് കൊണ്ടുപോകാനൊക്കെ പ്രോപ്പർ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോപ്പർ മെത്തേഡ്സ് ഉണ്ടെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സർവീസസ് ഇൻക്രീസസ് ദ ഔട്ട്പുട്ട്, ഇംപ്രൂവ്സ് ക്വാളിറ്റി, സ്പീഡ്സ്
സ്പീഡ്സ് അപ്പ് ഡെലിവറീസ് ആൻഡ് ഡിക്രീസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് അതായത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് പെട്ടെന്ന് സാധനം ഡെലിവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. കാരണം വേസ്റ്റേജ് എത്രത്തോളം കുറയുന്നു അത്രത്തോളം നമുക്ക് കോസ്റ്റ് ലാഭമാണ്. അപ്പോൾ ഈ വേസ്റ്റേജ് വരാനുള്ള ഒരു മെയിൻ കാരണം മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. പ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇല്ലാത്തതുകൊണ്ട് വണ്ടിയിൽ കൊണ്ടുവരുമ്പോഴും കൊണ്ടുപോകുമ്പോഴും ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്ത് വയ്ക്കുന്ന സമയത്തൊക്കെ ഇതിന് ഡാമേജ് വരും. ഡാമേജ് വരുമ്പോൾ പ്രൊഡക്ഷനിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്താവില്ല, ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് വരുന്ന പ്രോഡക്റ്റിന് ഡാമേജുകൾ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വേസ്റ്റേജ് സംഭവിക്കും. അത് ഒഴിവാക്കാനാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടത്തുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്രോഡക്റ്റ് ഡിസൈനാണ്. പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് കൺവേർഷൻ ഓഫ് ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി. നമ്മൾ മൈൻഡിലുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈന് ഒരു റിയൽ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മളെ മൈൻഡിലുള്ള സംഗതിയെ ഒരു ഡിസൈൻ കൊടുത്ത് അതിനൊരു കളർ കൊടുത്ത് ഒരു ഷേപ്പ് കൊടുത്ത് അതിനെ റിയൽ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്നതിനെയാണ് പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പേപ്പറിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അതെന്തായി, നമ്മൾ മൈൻഡിലുള്ളത് ഒരു റിയാലിറ്റിയിലേക്കുള്ള പകുതി ദൂരം എത്തി അല്ലേ. അതാണ് പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. Developing the new products and launching them in the markets are the biggest problem faced by the organization. ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യലാണ്. മനസ്സിലായില്ലേ? ആ പ്രൊഡക്ഷൻ ഡിസൈനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റയർ കോസ്റ്റ് നഷ്ടമാകും. അപ്പോൾ അതാണ് പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. ദ എൻറ്റയർ പ്രോസസ് ഓഫ് നീഡ് ഐഡൻറ്റിഫിക്കേഷൻ ടു ഫിസിക്കൽ മാനുഫാക്ചേഴ്സ് ഓഫ് പ്രോഡക്റ്റ് ഇൻവോൾവ്സ് 3 ഫങ്ഷൻസ്. അപ്പോൾ ഇതിൽ 3 ഫങ്ഷൻസാണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതൊരു പുതിയ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ഫിസിക്കൽ മാനുഫാക്ചറിങ് നടത്തണമെങ്കിൽ 3 ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന് ഡിസൈൻ, മറ്റൊന്ന് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനുഫാക്ചറിങ്. ഈ 3 സംഗതികളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഡിസൈൻ ചെയ്യുന്നു, പിന്നെ അത് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് നടത്തുന്നു, പിന്നെ അത് മാനുഫാക്ചറിങ് ചെയ്യുന്നു. മനസ്സിലായല്ലേ? അപ്പോൾ അതിൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഡിസൈൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പ്രോസസ് ഡിസൈൻ. ഏത് രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളത്. ആ മാനുഫാക്ചർ ചെയ്യാൻ മെഷീനറി എങ്ങനെ ഒപ്റ്റിമമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ, പിന്നെ അതുപോലെ തന്നെ റോ മെറ്റീരിയലിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് എങ്ങനെയാണ്, ഒക്കെ ഈ പ്രോസസ്സ് ഡിസൈനിൽ വരും. അപ്പോൾ ആ പ്രോസസ്സ് ഡിസൈനിൽ ഈ പ്രൊഡക്ഷന് പല രീതിയിലുണ്ട്. മെഷീനറികൾ ഒരു അറേഞ്ച്മെൻറ്റ്, അതായത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീക്വൻസ് എങ്ങനെയാണോ, ഫസ്റ്റ് എന്ത് പ്രോസസ്സാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷീനറികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അടുത്ത പ്രോസസ്സ് എന്താണ്, അപ്പോൾ അതിൻ്റെ അടുത്ത പ്രോസസ്സിനുള്ള മെഷീനറികൾ സീക്വൻസ് ആയിട്ട് വരിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓരോ കമ്പനികളും ഫോളോ ചെയ്യുന്ന പ്രോസസ്സ് ഡിസൈന് ഡിഫറെൻ്റ് ആയിരിക്കും. അത് അവർക്ക് ഒപ്റ്റിമമായി തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിനനുസരിച്ച് ഈ പ്രോസസ് ഡിസൈന് മാറ്റും. ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ പ്രോസസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ്. നമ്മൾ സെലക്ട് ചെയ്തൊരു പ്രോഡക്റ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിന് അനുസരിച്ച് നമ്മൾ ആ പ്രോസസ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പ്രോസസ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സെലക്ഷൻ ഓഫ് എ പ്രോസസ്, ചോയ്സ് ഓഫ് ടെക്നോളജി, പ്രോസസ് ഫ്ലോ അനാലിസിസ് ആൻഡ് ലേ ഔട്ട് ഓഫ് ദ ഫെസിലിറ്റി. ഇത്രയും സംഗതികൾ അനുസരിച്ചാണ് പ്രോസസ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് പ്രോഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ എന്തൊക്കെ ടെക്നോളജികൾ നമ്മൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ പ്രോസസ് ഫ്ലോ എങ്ങനെയാണ്, 1 by 1 ആയിട്ട് ഇങ്ങനെ മെഷീനറികൾ അറേഞ്ച് ചെയ്യണോ, അതല്ല ഒരു റൂമിൽ ഇപ്പോൾ ലേത്ത് അല്ലെങ്കിൽ കട്ടിങ് മെഷീനുകളൊക്കെ ഒരു റൂമിൽ, അത് കഴിഞ്ഞ് അവിടെ നമ്മൾ ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ട് അടുത്ത റൂമിൽ കൊണ്ടുപോയി വയ്ക്കും. അവിടെ ഫുള്ള് ലേത്ത് മെഷീൻസാണ്, ഇപ്പോൾ ഷേപ്പ് മാറ്റുന്ന മെഷീനുകൾ. അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് പെയിൻറ്റിങ് ആണ്, പിന്നെ അത് കഴിഞ്ഞാൽ അത് ഓവനിലേക്ക് പോകുന്നു. ഇങ്ങനെ ഓരോ സംഗതികളും ഓരോ സംഗതികളും അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു റൂമിൽ വെക്കുക, എന്നിട്ട് അടുത്ത റൂമിൽ അടുത്ത സീക്വൻസിൽ വരുന്ന ഒരേ മെഷീനുകൾ അറേഞ്ച് ചെയ്യുക. അത് ഒരു രീതിയാണ്. ഇങ്ങനെ പ്രോഡക്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും,
ഈ പ്രോസസ് ഡിസൈന് മാറ്റിക്കൊണ്ടേയിരിക്കും. ആൻഡ് ടു അനലൈസ് ദ വർക്ക് ഫ്ലോ ഫോർ കൺവേർട്ടിംഗ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫൈനൽ പ്രോഡക്ട്സ്. അപ്പോൾ ഈ വർക്ക് ഫ്ലോ നമ്മൾ അനലൈസ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോ മെറ്റീരിയൽസിനെ ഫൈനൽ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന വർക്ക് ഫ്ലോ ഉണ്ട്, അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ പ്രോസസ്സ് ഡിസൈന്. അപ്പം എന്താണ്, ഓരോ സ്റ്റേജിലും ഓരോ സൂപ്പർവൈസർമാരുണ്ടാവും. ആ സൂപ്പർവൈസർമാരെന്താണ് ഓരോ പ്രോസസ്സ് കഴിയുന്നതിനനുസരിച്ച് അവർ ഇനീഷ്യൽ ചെയ്യും, ഇത് സക്സസ്ഫുള്ളായി, അപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ സൂപ്പർവൈസർ അത് നോക്കും, അത് കഴിയുമ്പോൾ അയാൾ സൈൻ ചെയ്യും. ഇങ്ങനെ എന്താണ് ആ ഒരു വർക്ക് ഫ്ലോ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടോ, അത് മിസ്റ്റേക്സ് വരികയാണെങ്കിൽ അത് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് റെക്ടിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പ്രോസസ് ഡിസൈൻ ഉപയോഗിക്കുന്നത്. ആറാമത്തത് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അതായത് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ദ പ്രൊഡക്ഷൻ ഇൻ അഡ്വാൻസ്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആണ് ഈ പ്രൊഡക്ഷൻ പ്ലാനിങ് ഒക്കെ നടത്തുന്നത്. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ട് പ്രൊഡക്ഷനെ പ്ലാൻ ചെയ്യുന്ന പ്രോസസ്സ്. അതുപോലെ തന്നെ സെറ്റിംഗ് ദ എക്സാക്റ്റ് റൂട്ട് ഓഫ് ഈച്ച് ഐറ്റംസ്. അതായത് ഓരോ റൂട്ട് എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കേണ്ടത്, ആ പ്രോസസ്സ് എങ്ങനെയാണ്, ഓരോ മെഷീനറികൾ എവിടെയാണ് വെക്കേണ്ടത്. ഫിക്സിങ് ദ സ്റ്റാർട്ടിങ് ആൻഡ് ഫിനിഷിംഗ് ഡേറ്റ്. അപ്പോൾ എന്ന് തുടങ്ങണം, എത്ര മണിക്ക് തുടങ്ങണം, ഓരോ ഷിഫ്റ്റ് എത്ര സമയം ഓടണം, അടുത്ത ഷിഫ്റ്റ് എത്ര മണിക്കാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്ത് വെക്കും. ടു ഗീവ് പ്രൊഡക്ഷൻ ഓർഡേഴ്സ് ടു ഷോപ്പ് ആൻഡ് ടു ഫോളോ അപ്പ് ദ പ്രോഗ്രസ് ഓഫ് പ്രോഡക്ട്സ് അക്കോർഡിംഗ് ടു ദ ഓർഡേഴ്സ്. അപ്പോൾ കൺട്രോൾ എന്ന് പറയുന്നത് അതുവരെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഓർഡർ കൊടുത്തു, പ്രൊഡക്ഷൻ നടക്കാനുള്ള ഓർഡറൊക്കെ കൊടുത്തു, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അതിന് ഫോളോ അപ്പ് വേണം. ഓരോ സ്റ്റേജും കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിലാണോ പോകുന്നത്, ഓരോ പ്രോസസ്സും പ്ലാൻ ചെയ്ത രീതിയിൽ പ്ലാൻ ചെയ്ത സമയത്തിനുള്ളിൽ തീരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഈ ഫോളോ അപ്പ് നടത്തുന്നതിനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ അതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അത് റെക്ടിഫൈ ചെയ്യാം. അടുത്ത പ്രാവശ്യം അത് മിസ്റ്റേക്സ് സംഭവിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ സ്മൂത്ത് ആക്കാം. അപ്പോൾ അതിന് ഒരു ഷോർട്ട് വേർഡാണ് ഫസ്റ്റ് പ്ലാൻ യുവർ വർക്ക് ആൻഡ് ദെൻ വർക്ക് ഓൺ യുവർ പ്ലാൻ. മനസ്സിലായല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ വർക്ക് പ്ലാൻ ചെയ്യണം, എന്നിട്ട് ആ പ്ലാനിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യണം. അതാണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ട കുറച്ച് സംഗതികളാണ് പ്ലാനിങ്. ഫസ്റ്റ് പ്ലാനിങ് ആണ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൂ ഈസ് ടു ഡു. അത് ആര്, എപ്പോൾ, എങ്ങനെ, എന്ത് എന്നുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ട് തീരുമാനിക്കുന്നതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ റൂട്ടിംഗ് ആണ്. റൂട്ടിംഗ് എന്ന് പറയുന്നത് ഇസ് ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഓഫ് പാത്ത് വിച്ച് ഈച്ച് പാർട്ട് ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ഫ്ലോ. ഏതൊക്കെ പാത്തിലൂടെയാണ് പ്രോഡക്റ്റ് ഫ്ലോ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഫ്ലോ ചെയ്യേണ്ടത്, അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അടുത്ത ഷെഡ്യൂളിംഗ് ആണ്. ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഓരോ റൂട്ടിങ്ങിന് പോകുന്നതനുസരിച്ച് ഓരോ പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്കും ടൈം, ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഫിക്സേഷൻ ഓഫ് ടൈം ആൻഡ് ഡേറ്റ് ഫോർ ഈച്ച് ഓപ്പറേഷൻ ആസ് വെൽ ആസ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ടു ബി ഫോളോഡ്. ഏതൊക്കെ സീക്വൻസ് ആണ് നടക്കുന്നത്, അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് എന്നുള്ളതൊക്കെ, ഏത് സമയം ഏത് ഡേറ്റിന് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നതാണ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്പാച്ചിങ് ആണ്. ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത് റിലീസിങ് ഓർഡേഴ്സ്. ഈ ഷെഡ്യൂളിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡർ റിലീസ് ചെയ്യുന്നു. അത് നമ്മൾ റിലീസ് ചെയ്ത ഷെഡ്യൂളിനനുസരിച്ച്, പ്ലാനിങ്ങിനനുസരിച്ച്, റൂട്ടിങ്ങിനനുസരിച്ച് പ്രൊഡക്ഷൻ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഡിസ്പാച്ചിങ് എന്ന് പറയുന്നത്. ഒരിക്കൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ അപ്പ് വേണം. ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിപ്പോർട്ടിംഗ് ഡെയിലി പ്രോഗ്രസ് ഓഫ് വർക്ക് ഇൻ ഈച്ച് ഷോപ്പ് in a prescribed performer and to investigate the cause of deviations from the planned performance and to take necessary actions. അതായത് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ നിശ്ചയിച്ച സമയത്ത് തന്നെയാണോ തുടങ്ങുന്നത്, നമ്മൾ നിശ്ചയിച്ച ക്വാണ്ടിറ്റിയിലാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഡീവിയേഷൻസ്, കുറച്ച് നേരം വൈകിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രൊഡക്ഷൻ തുടങ്ങാൻ നേരം വൈകി, അത് അനലൈസ് ചെയ്ത് അത് ഒരു പ്രിസ്ക്രൈബ്ഡ് പെർഫോമയിൽ മാർക്ക് ചെയ്ത് അതിൻ്റെ സൂപ്പർവൈസർ സൈൻ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് ആ ഡീവിയേഷൻസ് പ്ലാനിൽ നിന്നും എത്രത്തോളം എത്ര ഡിലേ വന്നിട്ടാണ് നമ്മൾ തുടങ്ങിയത്, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റും നമ്മൾ പ്ലാൻ ചെയ്ത പ്രോഡക്റ്റും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, അതിന് കാരണം എന്താണ്, അതനുസരിച്ച് അന്വേഷിച്ച് അതിന് നെസസറി ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത്രയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഏഴാമത്തത് ക്വാളിറ്റി കൺട്രോളാണ്. ക്വാളിറ്റി കൺട്രോൾ നിങ്ങൾ 5th സെമ്മിൽ പഠിച്ചിട്ടുണ്ടാകും, TQM അല്ലേ.
അപ്പോൾ എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സിസ്റ്റം ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ ഡിസൈഡ് ലെവൽ ഓഫ് ക്വാളിറ്റി ഇൻ എ പ്രോഡക്റ്റ് ഓർ സർവീസസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ സർവീസസിൻ്റെയും എന്താണ് ഒരു ഡിസൈഡ് ലെവൽ ഓഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ എയിംസ് അറ്റ് പ്രിവെൻഷൻ ഓഫ് ഡിഫക്ട്സ് അറ്റ് ദ സോഴ്സിൽ തന്നെ എന്താണ് ഈ ഡിഫക്റ്റുകൾ, എറർ, മിസ്റ്റേക്കുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. റിലീസ് ഓൺ എഫക്റ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം ആൻഡ് കറക്റ്റീവ് ആക്ഷൻ പ്രൊസീജിയേഴ്സ്. എങ്ങനെയാണ് അത് ഡിഫക്റ്റ് ഒഴിവാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം, പ്രോസസ്സ് അങ്ങോട്ട് നടക്കുമ്പോൾ ഫീഡ്ബാക്ക് തിരിച്ച് ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ ഓരോ സ്റ്റേജിലും നടക്കുന്ന ഫീഡ്ബാക്കിനെ ബേസ് ചെയ്ത് അല്ലെ എഫക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റവും അതുപോലെ തന്നെ ആ ഫീഡ്ബാക്കിനനുസരിച്ചുള്ള കറക്റ്റീവ് ആക്ഷൻ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഓരോ സോഴ്സിൽ നിന്നുള്ള ഡിഫക്റ്റുകളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ക്വാളിറ്റി കൺട്രോൾ സഹായിക്കും. ഇറ്റ് ഈസ് ദ എൻറ്റയർ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് എൻഷുർ ദാറ്റ് ദ ഓപ്പറേഷൻസ് വിൽ produce the optimum quality products at a minimum cost. മിനിമം കോസ്റ്റിൽ ഒപ്റ്റിമം ക്വാളിറ്റി അറ്റൈൻ ചെയ്യാനുള്ള ഒരു കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസാണ് ശരിക്കും ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ മിനിമം കോസ്റ്റിൽ ഒരു ഒപ്റ്റിമം ക്വാളിറ്റി പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ലാസ്റ്റ് പറയുന്നത് മെറ്റീരിയൽസ് മാനേജ്മെൻ്റ് ആണ്. മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ അടുത്തുള്ള മിഷനറി ആയാലും പിന്നെ റോ മെറ്റീരിയൽ ആയാലും എക്യുപ്മെൻറ്റ്സ് ആയാലും സർവീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും മെയിൻ്റനൻസ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ എന്താണ് കൃത്യമായി കൊണ്ടെടുക്കണം അല്ലേ, അല്ലെങ്കിൽ അത് കേടുവരും. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ അക്വസിഷൻ, കൺട്രോൾ ആൻഡ് യൂസ് ഓഫ് മെറ്റീരിയൽസ് നീഡഡ് ആൻഡ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് കണക്റ്റഡ് വിത്ത് ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിന് അനുസരിച്ച് അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഫ്ലോ കൃത്യമായി നടത്താനും അത് കൺട്രോൾ ചെയ്യാനും അത് അക്വസിഷൻ നേടിയെടുക്കാനുള്ള ഒരു മാനേജ്മെൻറ്റാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മിനിമൈസ് മെറ്റീരിയൽ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് മാക്സിമം എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടു പർച്ചേസ്, റിസീവ്, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ മെറ്റീരിയൽസ് എഫിഷ്യൻ്റ്ലി. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയലുകൾ കൃത്യമായി പർച്ചേസ് ചെയ്യുക, അത് കൃത്യമായി വാങ്ങുക, കൃത്യമായി ട്രാൻസ്പോർട്ട് ചെയ്യുക, കൃത്യമായി അത് സ്റ്റോർ ചെയ്യുക. അതിനൊക്കെ ഈ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് മസ്റ്റാണ്. ടു റെഡ്യൂസ് കോസ്റ്റ് ത്രൂ സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോംപ്ലക്സ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ ഏറ്റവും മിനിമം കോസ്റ്റിൽ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഈ സാധനങ്ങൾ അച്ചീവ് ചെയ്യാം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാം എന്നുള്ളതാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡർഡൈസേഷൻ, വാല്യൂ അനാലിസിസ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോസസ്സിനും ഒരു സ്റ്റാൻഡേർഡ് വേണം, ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്വാളിറ്റിയിൽ നിന്നും നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെ ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ വാല്യൂ അനാലിസിസ്. നമ്മൾ ഓരോ പ്രോഡക്റ്റിനും നമ്മൾ ഓരോ പിന്നെ പർച്ചേസിങ്ങിനും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വാല്യൂ അനാലിസിസ് നടത്തണം. അങ്ങനെയേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെറ്റീരിയൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് സഹായിക്കുന്ന ആളാണ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മെയിൻ്റനൻസ് മാനേജ്മെൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. എക്യുപ്മെൻറ്റ് ആൻഡ് മെഷീനറി ആർ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ സിസ്റ്റം. ടോട്ടൽ പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികളാണ് മെറ്റീരിയൽസ്, മെഷീനറിയും എക്യുപ്മെൻറ്റ്സും. അത് രണ്ടും കേട് വന്നാൽ വലിയൊരു കോസ്റ്റ് നഷ്ടമാവും. അപ്പോൾ അത് കേടുവരാതെ കൃത്യമായി മെയിൻ്റനൻസ് കൊണ്ട് നടത്തുക. അതാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദർ എഫിഷ്യൻറ്റ് യൂസേജ് ഇസ് വെരി മാൻഡേറ്ററി. അവരുടെ എന്താണ് യൂസേജ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസേജിനനുസരിച്ചാണ് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി മെയിൻ്റനൻസ് നടത്തുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ മെഷീനറിയുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചാണ്. അപ്പോൾ മെഷീനറി കുറേ കാലം മെയിൻ്റനൻസ് ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഔട്ട്പുട്ടൊക്കെ എന്താണ്, ഡിഫക്ട്സിലേക്ക് പോയി തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി കിട്ടില്ല. ടു റെഡ്യൂസ് ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീനറീസ്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ മെഷീനറി എന്ത് ചെയ്യുക, അടു നിൽക്കുക, അല്ലെങ്കിൽ ആ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവുക. അതാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നിന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള റോ മെറ്റീരിയൽ മൊത്തം എന്തായി, വേസ്റ്റായി. പിന്നെ അത്രയും മാൻ പവർ വേസ്റ്റാവും, എനർജി വേസ്റ്റാണ് അത്രയും. പിന്നെ അത് മെയിൻ്റനൻസ് നടത്തണമെങ്കിൽ അത്രയും കോസ്റ്റ്, അത്രയും ടൈം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് നന്നാക്കുന്ന വരെയുള്ള സമയം ഈ പ്രൊഡക്ഷൻ എന്താവും, അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ ഫ്രീക്വൻറ്റ് ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യണം, നമ്മൾ മെഷീനറികളും എക്യുപ്മെൻറ്റ്സും കൃത്യമായി മെയിൻ്റനൻസ് നടത്തണം. ടു കീപ് ദ മെഷീനറീസ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ഇൻ എ ഗുഡ് കണ്ടീഷൻ. മെഷീനറിയും മറ്റു ഫെസിലിറ്റീസൊക്കെ എന്ത് ചെയ്യുക,
ഗുഡ് കണ്ടീഷനിൽ കൊണ്ടു നടക്കുന്നതിനെയാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ടു കീപ് ദ പ്ലാന്റ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, എപ്പോഴും പ്ലാന്റ് എന്തായിരിക്കണം, ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. ഒരു മിഷനറി കേട് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻ്റ് ആയിട്ട് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ദിവസവും ഓരോ ഷിഫ്റ്റ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ മിഷനറി ഗ്രീസൊക്കെ ഇട്ട് ഓയിലൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ കൊടുത്ത് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. അപ്പോൾ എന്താണ്, മിഷനറി കുറേ കാലം നന്നായിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. അതാണ് മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഇതിൻ്റെ സ്കോപ്പ് പറയുന്നത്. ഇത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മുഴുവനായിട്ടും പഠിക്കുക. താങ്ക് യു.